ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ചടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിലോ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശി ഇട്ടിട്ട് അത് വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കുമല്ലോ. അല്ലല്ല, സ്പിരിറ്റിൻ്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിൻ്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിൻ്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ.